ബൗഷറിൽ നിന്ന് കാണാതായ 15-കാരിയെ സുരക്ഷിതമായി കണ്ടെത്തി. അംബാസിഡേഴ്സ് സ്കൂളിംഗ് പിക് 2026 സമാപനം. ഇന്ത്യൻ സ്കൂൾ മാസ്റ്റേഴ്സ് ചാമ്പ്യന്മാർ. ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തിൽ പങ്കെടുത്ത് ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. മസ്കത്ത് ബൗഷറിലെ ഗുബ്ര പ്രദേശത്തു നിന്ന് കാണാതായ 15-കാരിയായ ഷിറീൻ മഹ്മൂദ് ഷബാൻ യഹിയെ സുരക്ഷിതമായി കണ്ടെത്തിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും നിലവിൽ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഏപ്രിൽ 6-നാണ് പെൺകുട്ടിയെ കാണാതായതായി റോയൽ ഒമാൻ പോലീസിന്റെ പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ വിഭാഗം ഔദ്യോഗികമായി റിപ്പോർട്ട് പുറത്തിറക്കിയത്. തുടർന്ന് പെൺകുട്ടിയെ കണ്ടെത്തുന്നതിനായി പൊതുജനങ്ങളുടെ സഹായവും പോലീസ് അഭ്യർത്ഥിച്ചിരുന്നു. പൊതുജനങ്ങളുടെ സഹകരണവും സുരക്ഷാ വിഭാഗങ്ങളുടെ വേഗത്തിലുള്ള ഇടപെടലും ചേർന്നാണ് പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ആവശ്യമായ നിയമ നടപടികൾ തുടരുമെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളുടെ ഏറ്റവും വലിയ കായിക മേളയിലൊന്നായ അംബാസിഡേഴ്സ് സ്കൂളിംഗ് പിക് 2026 ആവേശകരമായ മത്സരങ്ങളോടെ സമാപിച്ചു. ഇന്ത്യൻ സ്കൂൾ മസ്കത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച് ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയപ്പോൾ ഇന്ത്യൻ സ്കൂൾ ബോഷർ 2-ാം സ്ഥാനത്തെത്തി. മസ്കത്ത് ഗവർണറേറ്റിലെ ഇന്ത്യൻ സ്കൂൾ മസ്കത്ത്, ഇന്ത്യൻ സ്കൂൾ വാദി കബീർ, ഇന്ത്യൻ സ്കൂൾ സീബ്, ഇന്ത്യൻ സ്കൂൾ ബൗഷർ എന്നീ 4 വേദികളിലായി 2 ദിവസങ്ങളിലായി നടന്ന കായികമേളയിൽ ഒമാനിലുടനീളമുള്ള ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നായി 3000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിവിധ ഇനങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടന്നത്. വിദ്യാർത്ഥികളുടെ വലിയ പങ്കാളിത്തവും മത്സരങ്ങളുടെ നിലവാരവും കൊണ്ട് തന്നെ മേഖലയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂൾ കായികമേളയായി സ്കൂളിംഗ് പിക് മാറിയതായി സംഘാടകർ വ്യക്തമാക്കി. 2-ാം ദിവസത്തെ ഫൈനൽ മത്സരങ്ങൾ ഇന്ത്യൻ സ്കൂൾ മസ്കത്തിൽ വെച്ചായിരുന്നു അരങ്ങേറിയത്. ആവേശകരമായ മത്സരങ്ങൾക്കൊടുവിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കായി ആകെ 690 മെഡലുകൾ വിതരണം ചെയ്തു. സമാപന ചടങ്ങിൽ ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ GV ശ്രീനിവാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഇന്ത്യൻ സ്കൂൾ ഒമാൻ ബോർഡ് ഓഫ് ഡയറക്ടറേറ്റ്സ് ചെയർമാൻ സെയ്ദ് അഹമ്മദ് സൽമാൻ, സോഫാർ ഇന്റർനാഷണൽ CEO അബ്ദുൽ വാഹിദ് അൽ മുർഷദി, ഒമാൻ എയർ റീജിയണൽ മാനേജർ യാസർ മഹദി എന്നിവർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സാന്നിധ്യം വഹിച്ചു. ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തിന്റെ 9-ാം പതിപ്പിൽ ഒമാൻ പങ്കെടുത്തു. മൗറീഷ്യസിൽ നടന്ന സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദബ് ബിൻ ഹമദ് അൽ ബുസൈദി വീഡിയോ കോൺഫറൻസിലൂടെ പങ്കാളിയായി. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ചർച്ചകളും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന വേദിയായ സമ്മേളനത്തിൽ സമുദ്ര സുരക്ഷ, നാവിഗേഷൻ സ്വാതന്ത്ര്യം, സമുദ്ര വിഭവങ്ങളുടെ സ്ഥിരതയാർന്ന വിനിയോഗം, മേഖലാതല സഹകരണം എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി. നിലവിലെ സാഹചര്യങ്ങൾ മൂലം നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തതിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ഖേദം പ്രകടിപ്പിക്കുകയും മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സഹകരണം അനിവാര്യമാണെന്നും വ്യക്തമാക്കി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.